കെ രമയുണ്ട്. രാഗിൻ, കെ രമയുടെ പ്രതികരണം എങ്ങനെയാണ്? ഇന്നും ഹൈക്കോടതിയിൽ നിർണായകമാണ്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കെ രമ MLA ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് ഈ നോക്കിക്കാണുന്ന ഇന്നത്തെ നടപടിക്രമങ്ങൾ? നിർണായകമായൊരു ദിവസം കൂടിയാണെന്ന്. ഏതായാലും നല്ല ജഡ്ജ്മെൻ്റ് ആയിരിക്കും ഇന്ന് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ ശിക്ഷ വിധിക്കുന്നത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ്, വധശിക്ഷയാണ്. ഏതായാലും ഈ നിലവിലുള്ള ശിക്ഷ കൂട്ടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കോടതിക്ക് അത്തരം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും ഈ പ്രതികളെല്ലാം പരോളിലായിരുന്നു. അപ്പം ശിക്ഷ അനുഭവിച്ചത് വളരെ കുറവ് മാത്രമാണ്. അപ്പോൾ ഒന്നുകിൽ പരോൾ അനുവദിക്കാത്ത രൂപത്തിലുള്ള ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അതൊരു താക്കീതായി അടുത്ത ഒരു ഇതുപോലെ മറ്റൊരു ആവർത്തനമില്ലാത്ത രൂപത്തിലുള്ളൊരു മാതൃകയാകുന്ന രൂപത്തിലേക്ക് ശിക്ഷ മാറണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അത്തരത്തിലൊരു വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കോടതി റിപ്പോർട്ടുകളൊക്കെ തേടിയിട്ടുണ്ടല്ലോ ഈ ശിക്ഷ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി. അത്തരം റിപ്പോർട്ടുകളൊക്കെ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? അതെ, ജയിൽ വകുപ്പിനോടും അവരുടെ എല്ലാവിധ സംവിധാനങ്ങളോടുമൊക്കെ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ ശരിക്കും നിരാമണ്ണമുള്ള റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോടതി തീർച്ചയായിട്ടും അത് വളരെ ഗൗരവത്തിൽ പരിഗണിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ജയിൽ സൂപ്രണ്ടുമാരൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി മാറിയതുകൊണ്ട് ഏതൊക്കെ തരത്തിലാണ് റിപ്പോർട്ട് കൊടുത്തത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ജയിലിൽ നല്ല നടപ്പാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലാണ് കോടതി അത് കാണുക. പക്ഷേ കോടതിക്കറിയാം, നിരവധി വാർത്തകൾ ഇതിനു മുന്നെയൊക്കെ പുറത്തു വന്നതാണ് ഇവർ എല്ലാ തരത്തിലും ജയിലിൽ നിന്ന് നടത്തിയ ക്രിമിനൽ ആക്ടിവിറ്റികളൊക്കെ. അതുകൊണ്ട് അതൊക്കെ ഗൗരവത്തിൽ തന്നെ കോടതി കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്കൾ നടത്തിയൊരു പോരാട്ടമുണ്ട്. അതിൽ 24 പേരെ വെറുതെ വിട്ടതിനെതിരെ കൊടുത്ത അപ്പീൽ, അതിൽ 2 പേരെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യവുമാണ്. അവരുടെ ശിക്ഷയുടെ കാര്യത്തിൽ കൂടി ഇന്ന് കോടതി തീരുമാനമെടുക്കാൻ പോവുകയാണ്. അതെ, അവരുടെ കാര്യത്തിലും ഇന്ന് തീരുമാനമെടുക്കും. അതിൽ ഇന്ന് കേട്ടത് ഒരാൾ അസുഖമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് എന്നാണ്. അതുകൊണ്ട് കോടതിയിൽ ഹാജരാവുന്നില്ല എന്ന് പത്രവാർത്ത കണ്ടു. അവർ അന്ന് ആംബുലൻസിലൊക്കെയാണ് അന്ന് കീഴ്ക്കോടതിയിൽ വന്നത്. അതെ, അയാൾ ഡയാലിസിസ് ചെയ്യുന്ന ഒരാളാണ്. ആംബുലൻസ് കൊണ്ടുവരാൻ മാത്രം എന്താണ് എന്നറിയില്ല. ഏതായാലും അത്തരം നാടകങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ല, ഒന്നും കുഴപ്പമില്ല. അത് അവരുടെ സ്വാതന്ത്ര്യം, അതവർ ചെയ്യട്ടെ. പക്ഷേ കോടതി അതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ആ തരത്തിൽ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്നത്തെ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിരുന്നു ഈ കെ കൃഷ്ണൻ. അവരെ അടക്കം ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അതിനെയൊക്കെ. അതെ, അന്നത്തെ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി മെമ്പർ, അന്നത്തെ വടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, അപ്പോൾ ഉന്നത സ്ഥാനങ്ങളിലിരുന്ന വ്യക്തിയാണ്. ഒഞ്ചിയം ഏരിയയിലെ ഏറ്റവും പ്രമുഖനായ ആളായിരുന്നു. ഈ ആളുകളെയൊക്കെ കോടതിയിൽ കൊണ്ടുവരുമ്പോൾ CPM നേതാക്കന്മാരുടെ അകമ്പടിയോടുകൂടിയാണ് അവർ വന്നത്. അവരാണ് അവരെ കോടതിയിൽ ഹാജരാക്കിയത്. അപ്പോൾ അതിലൊക്കെ വളരെ വ്യക്തമാണ് എന്താണ് ആ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്. എന്നാലും ബഹുമാനപ്പെട്ട കോടതി ഇതൊക്കെ കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല ഒരു നീതി ലഭ്യമാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കോടതിയിലേക്ക് പോകുന്നത്. അവസാനമായിട്ട് ഈ മറ്റുള്ളവരെ ഒഴിവാക്കിയല്ലോ, ഈ പി മോഹനൻ അടക്കമുള്ളവരെ അത് ശരിവെച്ചല്ലോ, അതിനെതിരെയുള്ള നിയമപോരാട്ടവും തുടരും എന്ന് അന്ന് പറഞ്ഞിരുന്നു. അത് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോകും. സുപ്രീം കോടതി വക്കീൽമാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അടുത്ത ഘട്ടം തന്നെ ആ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. വളരെ